ചലച്ചിത്ര താരവും MLA-യുമായ M. മുകേഷിനെതിരെ കഴിഞ്ഞ ദിവസമാണ് നടി ചില ആരോപണങ്ങളുമായി എത്തുന്നത്. ആ ആരോപണങ്ങളിൽ ആദ്യ സമയത്തൊന്നും പ്രതികരിക്കാതിരുന്ന മുകേഷ് പിന്നീട് ആ ആരോപണങ്ങളെ ഒന്നൊന്നായി തള്ളുകയായിരുന്നു. ഇപ്പോൾ മുകേഷിനെതിരെ ജാമ്യമില്ലാ വകുപ്പ് പ്രകാരം കേസെടുത്തിരിക്കുകയാണ്. അത് സർക്കാരിൻ്റെ നേട്ടമായാണ് ഇടതുപക്ഷം ചൂണ്ടിക്കാട്ടുന്നത്. ധാർമ്മികപരമായി ഒരു കേസിലെടുക്കേണ്ട നിലപാട് തന്നെയാണ് സർക്കാർ എടുത്തിരിക്കുന്നത് എന്ന് EP ജയരാജൻ അടക്കമുള്ള ഇടതുപക്ഷ നേതാക്കന്മാരെല്ലാം മാധ്യമങ്ങൾക്ക് മുമ്പിൽ തുറന്നു പറയുന്നു. കൂടെ എന്തുകൊണ്ട് മുകേഷ് MLA സ്ഥാനം രാജിവെക്കുന്നില്ല എന്ന പ്രതിപക്ഷത്തിൻ്റെ ചോദ്യത്തിന് സർക്കാർ മറുപടി നൽകുന്നത് കോൺഗ്രസിൻ്റെ MLA-മാർക്കെതിരെ ഇത്തരത്തിൽ ആരോപണങ്ങൾ ഉണ്ടായിട്ട് അന്ന് അവർ എന്തുകൊണ്ട് രാജിവെച്ചില്ല എന്നുള്ളതാണ്. നിലവിൽ CPM ഇത്തരത്തിൽ പല കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടാണ് M. മുകേഷിനെ സംരക്ഷിച്ചു പോന്നിരുന്നത്. എന്നാൽ CPI-യുടെ ദേശീയ നേതാക്കന്മാരടക്കമുള്ള ആനി രാജ അടക്കമുള്ള പല CPI നേതാക്കന്മാരും M. മുകേഷ് രാജിവെക്കണമെന്ന് തന്നെയാണ് പറഞ്ഞിരിക്കുന്നത്. അതോടുകൂടി CPM-ന്റെ സമ്മർദ്ദം ഇരട്ടിയായിരിക്കുകയാണ്. ഘടകകക്ഷികൾ ഓരോന്നും മുകേഷിന്റെ രാജി ആവശ്യപ്പെട്ടുകൊണ്ട് മുൻപിലേക്ക് വരുമ്പോൾ മുകേഷിനെ സംരക്ഷിക്കുവാൻ തന്നെയാണ് CPM തീരുമാനിച്ചിരിക്കുന്നത്. ഇന്ന് മാധ്യമങ്ങളെ കണ്ട EP ജയരാജൻ അടക്കമുള്ള ഇടതുപക്ഷ നേതാക്കന്മാർ ചൂണ്ടിക്കാട്ടുന്നത് കോൺഗ്രസിന്റെ MLA-മാർ എന്തുകൊണ്ട് ഇത്തരത്തിലുള്ള ആരോപണങ്ങളിൽ രാജിവെച്ചില്ല എന്നുള്ളതാണ്. അത്തരത്തിലുള്ള ചില ബാലിശമായ കാര്യങ്ങൾ മുൻപോട്ട് വെച്ചുകൊണ്ട് എങ്ങനെയാണ് CPM-ന് മാറി നിൽക്കുവാൻ കഴിയുക എന്നാണ് CPI മുന്നോട്ട് വെക്കുന്ന ചോദ്യങ്ങൾ. CPM-ന്റെ നയം വേറെയാണ്, CPM-ന്റെ രീതി വേറെയാണ്. ഇടതുപക്ഷ സർക്കാർ കാണിക്കേണ്ട ചില നീതിയുണ്ട്, ചില ധാർമ്മിക ബോധമുണ്ട്. അത് മുകേഷിന്റെ കാര്യത്തിലും ഉണ്ടായിരിക്കണമെന്ന് തന്നെയാണ് CPI-യും പറയുന്നത്. മുകേഷിനെതിരായ ലൈംഗിക അതിക്രമണ കേസിൽ CPI കൃത്യമായ നിലപാടാണ് പറഞ്ഞിരിക്കുന്നത്. എല്ലാ MLA-മാർക്കും നിയമങ്ങൾ ബാധകമാണെന്നും MLA ആണ് എന്നുള്ളത് കൊണ്ട് നിയമത്തിൻ്റെ കുരുക്കിൽ നിന്ന് മാറി നിൽക്കുവാൻ കഴിയില്ല എന്നും പറയുന്നു CPI നേതാക്കന്മാർ. ഇതോടുകൂടി സമ്മർദ്ദം വർദ്ധിക്കുന്നു. എങ്കിലും വിട്ടുകൊടുക്കുന്നില്ല CPM. എന്തുകൊണ്ടാണ് CPM മുകേഷിൻ്റെ രാജിയിൽ അത്രമേൽ സമ്മർദ്ദം ചെലുത്താത്തത് എന്ന് ചിന്തിക്കേണ്ടതായുണ്ട്. സ്വാഭാവികമായും മുകേഷ് രാജിവെച്ചാൽ കൊല്ലം നിയോജക മണ്ഡലത്തിൽ വീണ്ടും ഒരു തെരഞ്ഞെടുപ്പ് വരിക തന്നെ ചെയ്യും. നിലവിലത്തെ സാഹചര്യത്തിൽ സർക്കാരിനെ സംബന്ധിച്ച് ജനവിരുദ്ധ വികാരം കാര്യമായി തന്നെയുണ്ട്. നിലവിൽ വയനാട്ടിലെ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിൽ പല വെട്ടിപ്പും നടക്കുന്നുണ്ട്. അത് മാധ്യമങ്ങളിലൂടെ പുറത്തു വരാതിരിക്കുവാനുള്ള തന്ത്രപരമായ നീക്കത്തിന്റെ ഭാഗമായാണ് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് കാലങ്ങൾ പൂഴ്ത്തിവെച്ചതിന് ശേഷം ഇപ്പോൾ പുറത്തുവിടുന്നത് എന്ന് പലരും പറയുന്നുമുണ്ട്. ഈ സാഹചര്യത്തിൽ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് മലയാള സിനിമാ മേഖലയിലെ സ്ത്രീകൾക്കെതിരായുള്ള ലൈംഗിക അതിക്രമങ്ങൾ കണ്ടെത്തുവാനായി ഉണ്ടാക്കിയതാണെങ്കിൽ പോലും അതിപ്പോൾ ഇടതുപക്ഷ സർക്കാരിന് വിനയായി മാറിയിരിക്കുകയാണ്. ഇടതുപക്ഷ സർക്കാരിലെ ഒരു മന്ത്രിക്കെതിരെയും ഒരു MLA-ക്കെതിരെയും ഹേമ കമ്മിറ്റി റിപ്പോർട്ട് വിരൽ ചൂണ്ടുകയാണ്. ഇരുവരും സിനിമാ മേഖലയിൽ തൊഴിൽ ചെയ്തിട്ടുള്ള 2 സിനിമാ നടന്മാർ. ഒന്ന് ആത്മ എന്ന സീരിയൽ സംഘടനയുടെ ഉത്തരവാദിത്തപ്പെട്ട സ്ഥാനത്തിരിക്കുന്ന KB ഗണേഷ് കുമാർ, മറ്റൊന്ന് MLA ആയ മുകേഷ്. ഇരുവർക്കെതിരെയും കാര്യമായ രീതിയിലുള്ള ആരോപണം മുൻപോട്ട് വരുന്ന സാഹചര്യത്തിലാണ് CPM ഹേമ കമ്മിറ്റി റിപ്പോർട്ടിലൂടെ മറ്റൊരു തലവേദനയിലേക്ക് എത്തിയിരിക്കുന്നത്. കാലങ്ങളായി ഹേമ കമ്മിറ്റി റിപ്പോർട്ട് തടഞ്ഞു വെച്ചതിൻ്റെ പേരിലുള്ള ചീത്തപ്പേര് സർക്കാരിന് നിലനിൽക്കുന്ന സാഹചര്യത്തിലാണ് ഇപ്പോൾ സ്വന്തം പാർട്ടിക്കുള്ളിലെ ഒരു MLA-യും മന്ത്രിക്കുമെതിരായുള്ള ഇത്തരത്തിലുള്ള രൂക്ഷമായ ആരോപണങ്ങൾ വന്നിരിക്കുന്നത്. അതിൽ ഒരു MLA-ക്കെതിരെ സർക്കാർ തന്നെ ജാമ്യമില്ലാ വകുപ്പിൽ കേസെടുക്കുകയും ചെയ്തിരിക്കുന്നു. അതുകൊണ്ട് തന്നെ MLA രാജിവെച്ചേ മതിയാകൂ എന്ന ആവശ്യം CPI അടക്കമുള്ള CPM-ന്റെ ഘടകകക്ഷികൾ മുൻപോട്ട് വയ്ക്കുമ്പോൾ നിശബ്ദത പാലിക്കുകയാണ് CPM. എന്തുകൊണ്ട് നിശബ്ദത പാലിക്കുന്നു? മുകേഷ് രാജിവെക്കുകയാണ് എങ്കിൽ കൊല്ലം നിയോജക മണ്ഡലത്തിൽ മറ്റൊരു തെരഞ്ഞെടുപ്പ് വരിക തന്നെ ചെയ്യും. അങ്ങനെ തെരഞ്ഞെടുപ്പ് വരുമ്പോൾ നിലവിൽ സർക്കാർ വിരുദ്ധ വികാരം കാര്യമായ ജനങ്ങളിൽ നിൽക്കുന്നത് കൊണ്ട് തന്നെ കൊല്ലത്ത് ഇടതുപക്ഷ സ്ഥാനാർത്ഥി പരാജയപ്പെടുക തന്നെ ചെയ്യും. വിജയപരാജയം നിർണ്ണയിക്കുന്നതിൽ സ്ത്രീകളുടെ വോട്ട് വളരെ നിർണായകമാണ്. അതുകൊണ്ട് തന്നെ ലൈംഗിക ആരോപണം കാര്യമായി നിൽക്കുന്ന മുകേഷിന് എതിരായി സ്ത്രീകൾ വോട്ട് ചെയ്യുവാനും കൊല്ലത്തൊരു ഉപതെരഞ്ഞെടുപ്പ് നടന്നാൽ ഇടതുപക്ഷ സ്ഥാനാർത്ഥി ആരാണെങ്കിലും അയാൾ പരാജയപ്പെടുവാനുള്ള സാധ്യത ഏറെയാണ്. അങ്ങനെ പരാജയപ്പെട്ടാൽ വരാൻ പോകുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുമ്പ് ഇടതുപക്ഷ സർക്കാരിനെ ജനങ്ങൾ വെറുക്കുന്നു എന്ന് ബോധ്യമായാൽ 2026 നടക്കുവാൻ പോകുന്ന തെരഞ്ഞെടുപ്പിൽ സർക്കാർ വൻ പരാജയത്തിലേക്ക് പോകുമെന്നതിൻ്റെ ആദ്യ ധ്വനി ജനങ്ങൾക്കും മനസ്സിലാകും എന്ന ഭയം ഇപ്പോൾ ഇടതുപക്ഷത്ത് കാര്യമായുണ്ട്. IPC സെക്ഷൻ 509, 354 വകുപ്പുകൾ പ്രകാരമാണ് മുകേഷിനെതിരെ ജാമ്യമില്ലാത്ത വകുപ്പിൽ കേസെടുത്തിരിക്കുന്നത്. സ്വാഭാവികമായും ക്രിമിനൽ കേസ് ആയതുകൊണ്ട് തന്നെ രാജിവെച്ച് മതിയാകൂ എന്ന സമ്മർദ്ദത്തിന്റെ ആക്കം കൂടുകയാണ്. ഇവിടെ CPM എത്ര സംരക്ഷിച്ചാലും ആ സംരക്ഷണത്തിന് വിരുദ്ധമായ അഭിപ്രായം CPI പറയുന്നത് കൊണ്ട് തന്നെ വെള്ളം കുടിക്കുക തന്നെ ചെയ്യും സർക്കാർ.